ഇനി നമുക്ക് ഇരുന്നിട്ട് ഒരു ചെയ്യാനുള്ളത് വക്രാസനം എന്ന് പറയും. ട്വിസ്റ്റും പോസ്, നട്ടെല്ലിന് നല്ല അയവ് കൊടുക്കുന്ന ഒരു ആസനമാണ്. വലത് കാല് ആദ്യം ദണ്ഡാസനം ചെയ്യും വരിക. ദണ്ഡാസനത്തിൽ നിങ്ങൾ വലത് കാല് കുത്തനെ മടക്കി വെക്കുക. ഇടത് കാൽമുട്ടിൻ്റെ അടുത്ത് വെക്കണം. ഇനി വലത് കൈ പിന്നിൽ ഇടത് കൈയിൻ്റെ ഉള്ളിൽ കാൽമുട്ട് വരിക. കുത്തനെ വെച്ച കാലിൽ അടിഭാഗം പിടിക്കുക. ഇനി നേരെ പിന്നിലേക്ക് തിരിയുക, കിട്ടാത്തോളം പിന്നോട്ട്. വലത് കൈ കുറച്ചുകൂടി നടുക്കേക്ക് പോകും, ശരീരത്തിൻ്റെ മധ്യഭാഗത്തേക്ക്. അപ്പോൾ ഇവിടെ നല്ല വയറും വലത് കാലിൻ്റെ തുടയുടെ ഭാഗവും ഒട്ടിയിരിക്കും, നല്ല മസാജും കിട്ടും. ശ്വാസം എടുക്കുക, വിടുകയും ചെയ്യുക. 3 കൈ സൈഡിൽ കൊണ്ടുവയ്ക്കുക, 2 കൈ സൈഡിൽ ദണ്ഡാസനം. 4 അതേപോലെ ഇടത് കാലും 1 2 കൈ കവച്ച് വെക്കുക, നേരെ പിന്നോട്ട് തിരിയുക, ശ്വാസം എടുക്കുക, വിടുകയും ചെയ്യുക. 3 കൈ രണ്ട് സൈഡിൽ പതിച്ച് വെക്കുക. 4 ഇതിന് സാധാരണ ശ്വാസഗതിയാണ്. ഇതിൻ്റെ പേര് പറയുക വക്രാസനം. ഇതൊന്ന് ശീലമായാൽ ഇതിനോട് സാമ്യമുള്ള മറ്റൊരാസനമാണ് അർദ്ധ മത്സ്യേന്ദ്രാസനം. അപ്പോൾ വലത് കാലം ഇടത് തുടയോട് താഴോട്ട് വെക്കുക. ഇനി ഇടത് കാലം ഒന്ന് കുത്തനെ വെക്കുക, വലത് കാൽമുട്ടിൻ്റെ ഇപ്പുറം കവച്ച് വെക്കുക. ഇനി നമ്മുടെ ഇടത് കൈ ബാക്കിൽ പിന്നിൽ കൊണ്ട് വെക്കുക. വലത് കൈ നീട്ടിയിട്ട് കാൽമുട്ട് കവച്ച് വെക്കുക, കാലിൽ അടിഭാഗം പിടിക്കുക. ഇനി നേരെ പിന്നോട്ട് തിരിയുക. അർദ്ധ മത്സ്യേന്ദ്രാസനം. മത്സ്യേന്ദ്രൻ എന്ന് പറഞ്ഞാൽ മുനിയാണ്, യോഗിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ ആസനത്തിൻ്റെ പേര് വന്നത്, അർദ്ധ മത്സ്യേന്ദ്രാസനം. ശ്വാസം എടുക്കുക, വിടുകയും ചെയ്യുക. ഇത് വയറിനാണ് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത്, നട്ടെല്ലിനും. ഇനി ആസനത്തിൽ നിന്ന് വിരമിക്കുക, കൈ സൈഡിൽ കൊണ്ടുവെക്കുക, കാല് നീട്ടി വെക്കുക, മറ്റേ കാല് നീട്ടി വെക്കുക. ഇനി ഇടത് കാല് ഇതുപോലെ തന്നെ ചെയ്യുക. വലത് കാല് കുത്തനെ വെക്കുക, ഇടത് കൈ കവച്ച് വെക്കുക, വലത് കൈ പിന്നോട്ട് തിരിയുക, ശ്വാസം എടുക്കുക, വിടുകയും ചെയ്യുക. അർദ്ധ മത്സ്യേന്ദ്രാസനം. ഇനി ആസനം വിരമിക്കുക, കൈ 2 സൈഡിൽ തന്നെ, കാല് നീട്ടി വെക്കുക, വിശ്രമാവസ്ഥയിലേക്ക് വരിക. വിശ്രമാവസ്ഥ കാല് വിട്ട് വെക്കുക, കൈ ബാക്കിൽ വെക്കുക.